നമസ്കാരം. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിലെ UGM തിയേറ്റർ പൂട്ടിയെന്ന സോഷ്യൽ മീഡിയയിലെ പ്രചരിക്കുന്ന വാർത്തയെ തുടർന്ന് ഞങ്ങൾ UGM തിയേറ്ററിൽ ചെല്ലുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തു. അതേ തുടർന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തു. എന്നാൽ UGM തിയേറ്ററുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ തേടി. അങ്ങനെയാണ് ഒരു സംരംഭത്തെ തകർക്കാൻ നടക്കുന്ന ആസൂത്രിതമായ ഗൂഢാലോചന വെളിവാകുന്നത്. 2018 ഒക്ടോബർ 18 UGM പ്രൊഡക്ഷനുമായി ചേർന്ന് UGM സിനിമ എന്ന തിയേറ്ററിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റുമാനൂർ സ്വദേശിയും സ്ഥലമുടമയും സിനിമാ നിർമ്മാതാക്കളായ ആൽവിൻ ആന്റണി, സക്കറിയ തോമസ് എന്നിവരും കൂടാതെ ഏറ്റുമാനൂർ സ്വദേശിയായ മറ്റൊരു സൈലന്റ് പാർട്ണറും ചേർന്ന് രജിസ്റ്റർ ചെയ്യാത്ത പാർട്ണർ ഡീഡ് ഉണ്ടാക്കിയാണ് തിയേറ്ററിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. സിനിമയുമായി ബന്ധമുള്ളതുകൊണ്ട് സക്കറിയ തോമസിനെയും ആൽവിൻ ആന്റണിയെയും തിയേറ്റർ നിർമ്മിക്കാൻ ഏൽപ്പിച്ചു. രാംകുമാർ എന്ന തിയേറ്റർ കൺസൾട്ടന്റിനെ ഇവർ കൊണ്ടുവരികയും അവർക്ക് താല്പര്യമുള്ള കോൺട്രാക്ടർമാർക്ക് മാത്രം വർക്ക് കൊടുക്കുകയും ചെയ്തു. തിയേറ്റർ ഇരിക്കുന്ന സ്ഥലം ഈടുകൊടുത്ത ഏറ്റുമാനൂർ SBIയിൽ നിന്നും 4,20,00,000 രൂപ വായ്പയെടുത്തു. പാർട്ണർഷിപ്പ് പ്രകാരം ഫണ്ട് തരാമെന്ന് പറഞ്ഞിരുന്ന സക്കറിയായും ആൽവിനും ഫണ്ട് തന്നില്ല. മാത്രമല്ല, കെട്ടിട ഉടമയെയും സൈലന്റ് പാർട്ണറെയും അനുമതിയില്ലാതെ ലോൺ തുകയിൽ നിന്നും പണമെടുത്ത കോൺട്രാക്ടറിന് കൊടുത്തു. കോൺട്രാക്ടറുടെ ഒറിജിനൽ ബിൽ തുക 30 ലക്ഷമാണെങ്കിലും 55 ലക്ഷം രൂപയാണ് കോൺട്രാക്ടറിൻ്റെ അക്കൗണ്ടിലേക്ക് തിയേറ്ററിൻ്റെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തത്. അധികമായി അയച്ച തുക പാർട്ണറായ സക്കറിയ തോമസിൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് കോൺട്രാക്ടർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്നാൽ സ്ഥല ഉടമയോ ആൽവിനോ അടക്കമുള്ള പാർട്ണർമാർ ഇത് അറിഞ്ഞില്ല. തിയേറ്ററിൻ്റെ എല്ലാ ലൈസൻസും കെട്ടിട ഉടമയുടെ പേരിലാണ്. ലോൺ എടുക്കുന്ന സമയത്ത് സിനിമാ പ്രദർശനത്തിന് ആവശ്യമായ സിനിമ കൊണ്ടുവരാമെന്നും അപ്ഡേറ്റായി എല്ലാം എത്തിക്കാമെന്നും സക്കറിയ തോമസ് ഇവർക്ക് വാഗ്ദാനം നൽകിയിരുന്നു. ഫിലിം ചേംബർ അടക്കമുള്ള മറ്റ് സിനിമാ സംഘടനകളിലും സക്കറിയ തോമസ് പറഞ്ഞിരുന്നത് തിയേറ്ററിൻ്റെ ലൈസൻസ് തൻ്റെ പേരിലായിരുന്നു എന്നാണ്. അതുകൂടാതെ സിനിമ ബുക്ക് ചെയ്യുന്ന ബുക്ക് മൈ ഷോ ആപ്പിൽ നിന്നും ലഭിച്ച കോടിക്കണക്കിന് രൂപ തിയേറ്ററിൻ്റെ അക്കൗണ്ടിൽ നിന്നും സക്കറിയ തോമസിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി തിരിമറി നടത്തി. ഇതിൻ്റെ എല്ലാ രേഖകളും സ്ഥല ഉടമയുടെ അഡ്വക്കേറ്റിൻ്റെ കയ്യിലുണ്ട്. സ്ഥല ഉടമ സക്കറിയ തോമസ് നടത്തിയ സാമ്പത്തിക ക്രമക്കേടിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും കൈപ്പറ്റിയിട്ടില്ല. ഇതുവരെ കമ്പനി ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലെന്നാണ് തിയേറ്ററിൻ്റെ യഥാർത്ഥ ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. തിയേറ്ററിനെതിരെ വ്യാജ വാർത്ത കൊടുത്ത FOC എന്ന YouTube ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തിയേറ്ററിൻ്റെ ലീഗൽ അഡ്വൈസർ സൂചിപ്പിച്ചു.